വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇപ്പൊ പണ്ടും ഇപ്പൊ എപ്പോഴും ഇടതുപക്ഷക്കാരെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ്, ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരാണ്. ഞാനത് ഏത് സമയത്തും ട്രാക്ടറിനെതിരെ സമരം ചെയ്തതാണ് എന്ന് ഓൺ ചെയ്യുന്ന ഒരാളാണ്. കമ്പ്യൂട്ടറിനെതിരെയും അന്ന് സമരം ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വരുന്നതിനെതിരെ അല്ല, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ്റെ രീതികളെ പറ്റിയാണ്. ട്രാക്ടറിനെതിരെ സമരം ചെയ്തെന്ന് പറയുന്നത് 3000 തൊഴിലാളികളും 4000 തൊഴിലാളികളും കൊയ്യാനും കിളയ്ക്കാനും വയലിൽ കൃഷി ചെയ്യാനും പാടത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് മുഴുവനും ജോലി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് നടത്തുന്ന സമരമാണ്. എൻ്റെ കൊച്ചിൽ എനിക്കറിയാം, ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വലിയ കനാൽ പണി നടക്കുന്ന സമയത്ത് 10,000-3000 പേര് പണിക്ക് വരും. അപ്പോൾ അങ്ങനെ പണിക്ക് തൊഴിലാളി, നാട്ടിലെ സാധാരണ തൊഴിലാളി വരുമ്പോൾ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലത്ത് മുഴുവൻ മെക്കനൈസേഷന് വേണ്ടിയിട്ട് എതിരായിട്ട് ചിലപ്പോൾ സമരം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഈ സിസ്റ്റത്തെ അംഗീകരിക്കാതല്ല. കമ്പ്യൂട്ടർ വരുമ്പം ആളുകളെ മാറ്റിക്കൊണ്ട് ജോലി ഇല്ലാതെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാലുള്ള അപകടത്തെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. ആ കമ്പ്യൂട്ടർ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ SFI പ്രവർത്തകരായിരുന്നപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ഓഫീസിൽ മേടിക്കുന്ന SFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലാണ്. അത് പഴയ പെട്ടി പോലുള്ള പഴയ കമ്പ്യൂട്ടർ. ഞാൻ പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് അത് ഇങ്ങനൊരു പുരാവസ്തു പോലെ ആവിട്ടിരിക്കുന്നുണ്ട്. അന്ന് തന്നെ ഈ ഇത്രയും അഡ്വാൻസ്ഡ് അല്ല ഓരോ സമയത്തും. അപ്പം ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് മനുഷ്യന്റെ ജീവിതം കൂടെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ടെക്നോളജി ആയിട്ടുള്ള കാഴ്ചപ്പാട്. ഇവിടെ ഇന്ന് വന്നേക്കുന്ന വാർത്തയും ഇന്നലെ വന്നേക്കുന്ന വാർത്തയൊക്കെ 12,000 ആളുകളെ TCS നിന്ന് പിരിച്ചു വിട്ടു എന്നാണ്. TCSും ഇൻഫോസിസും താരതമ്യേന അട്രീഷൻ റേറ്റ് കുറവുള്ള, ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ലേബർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കമ്പ്യൂട്ടർ ആയിട്ട് വർക്കർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് TCSൽ ഇത്രയും മേജറായിട്ടുള്ളൊരു റിട്രഞ്ച്മെന്റ്. അത് മിഡിൽ ലെവൽ എംപ്ലോയീസിനെയാണ്. മിഡിൽ ലെവൽ ചിലർ കുറച്ച് 10, 45, 80 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് നിർമ്മിത ബുദ്ധി കൊണ്ടാവണമെന്നില്ല. ലോകത്തിപ്പം ഞാൻ ഈ പറഞ്ഞ പ്രവണതയുടെ ഒപ്പം ഏറ്റവും വലിയ പ്രവണത ലോകത്ത് അമേരിക്കയുടെ ട്രംപിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് ടാക്സിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളൊക്കെ അതിന് വിധേയമാവേണ്ട സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ ലോക വ്യാപാരത്തിൽ ഇടപെട്ടിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. എത്രത്തോളം അമേരിക്കയ്ക്ക് ഇനിയുള്ള കാലത്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് കാണണം. കാരണം ഇന്ന് തന്നെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഫൈനാൻസിലെ സെക്രട്ടറിമാരോട് സംസാരിക്കുമ്പം യെന്നിൻ്റെയും മറ്റും ഡോളറിന് പകരം എന്നും മറ്റും നാണയമായിട്ട് അംഗീകരിച്ചിട്ട് ലോക വ്യാപാരത്തിനകത്ത് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുക്കുന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നോ മറ്റു നാണയങ്ങളോ. വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ഏവർക്കും നന്ദി. നമസ്കാരം.